സെപ്റ്റംബർ 3 22-ാം ആഴ്ചയിലെ ബുധനാഴ്ച. ലൂക്ക 4:38 മുതൽ 44 വരെ വാക്യങ്ങൾ. ഫ്രാൻസിസ് മാഗ്നറ്റ് എന്ന എഴുത്തുകാരൻ തൻ്റെ പവർ ടു ഹീൽ എന്ന പുസ്തകത്തിലെ ഒരു നേഴ്സിൻ്റെ കഥ പറയുന്നുണ്ട്. ഓരോ ദിവസവും അവർ തങ്ങളുടെ ജോലി ആരംഭിക്കുന്നത് തൻ്റെ കൈകളെ അനുഗ്രഹിക്കാനും രോഗികളെ സുഖപ്പെടുത്താൻ അവ ഉപയോഗിക്കാനും യേശുവിനോട് അപേക്ഷിച്ചുകൊണ്ടാണ്. തുടർന്ന് അവൾ സ്നേഹപൂർവ്വം തൻ്റെ ജോലി ചെയ്യുന്നു. ഒരു പഠനം പ്രകാരം നേഴ്സുമാർ രോഗികളെ സുഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സ്നേഹപൂർവ്വം അവരുടെ കൈകൾ രോഗികളുടെ മേൽ വയ്ക്കുമ്പോൾ രോഗികൾ കൂടുതൽ വേഗത്തിൽ സുഖം പ്രാപിക്കുന്നുവെന്ന് കണ്ടെത്തി. യേശു പലപ്പോഴും ആളുകളെ സുഖപ്പെടുത്താൻ തൻ്റെ കൈകൾ ഉപയോഗിച്ചു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ നൽകുന്ന രോഗശാന്തിയെക്കുറിച്ച് നാം കേൾക്കുന്നു. സിനഗോഗിൽ നിന്ന് വന്നതിന് ശേഷം യേശു ശിമയോൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ശിമയോൻ്റെ അമ്മായിയമ്മ കടുത്ത പനി ബാധിച്ച് രോഗാവസ്ഥയിലായിരുന്നു. ശിമയോൻ യേശുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്താൻ അവർ അപേക്ഷിച്ചു. യേശു ഉടനെ അവൾക്ക് സൗഖ്യം നൽകി. അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. സൂര്യാസ്തമയ സമയത്ത് രോഗികളായ നിരവധി ആളുകളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർക്ക് പലതരം രോഗങ്ങളുണ്ടായിരുന്നു. യേശു അവരുടെ ഓരോരുത്തരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. അവർ സുഖം പ്രാപിച്ചു. ചിലരിൽ നിന്ന് ദുർഭൂതങ്ങൾ പുറത്തു വന്നു. നീ ദൈവപുത്രനാണ് എന്ന് അവർ വിളിച്ചു പറഞ്ഞു. അവരെ യേശു ശക്തമായി ശാസിച്ചു. താൻ ക്രിസ്തുവാണെന്ന് അവ തിരിച്ചറിഞ്ഞതിനാൽ അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. പ്രഭാതമായപ്പോൾ യേശു പട്ടണം വിട്ട് വിജനവും ശാന്തവുമായ ഒരു സ്ഥലത്തെത്തി അവിടെ വിശ്രമിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. എന്നിരുന്നാലും ഒരു കൂട്ടം ആളുകൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ നിന്ന് പോകുന്നത് തടയാൻ ശ്രമിക്കുകയും ചെയ്തു. യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, തനിക്ക് രാജ്യത്തിൻ്റെ സുവിശേഷം മറ്റു സ്ഥലങ്ങളിലും പ്രഖ്യാപിക്കണം. നാം യേശുവിനോടൊത്ത് ആയിരിക്കുക എന്നത് നല്ല കാര്യമാണ്. എന്നാൽ അവൻ്റെ രോഗശാന്തി സ്പർശം മറ്റുള്ളവർ അനുഭവിക്കുന്നതിൽ നിന്ന് തടയുന്ന വിധത്തിൽ നാം അവനോടൊപ്പം നിൽക്കാൻ പാടില്ല. നേരെ മറിച്ച് കഴിയുന്നത്ര ആളുകൾ അവൻ്റെ സ്നേഹത്തെയും അനുകമ്പയെയും രോഗശാന്തിയെയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യണം. അതാണ് അവൻ്റെ ശിഷ്യന്മാർ എന്ന നിലയിൽ നമ്മുടെ കടമ. ശാരീരികമോ ആത്മീയവുമായ ആവശ്യങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അനുകമ്പ പ്രകടിപ്പിക്കാനും രോഗശാന്തി സ്പർശനം നൽകാനും യേശുവിൻ്റെ മാതൃക നമ്മെ വെല്ലുവിളിക്കുന്നു. മറ്റുള്ളവരെ സേവിക്കുന്നതിനും പ്രാർത്ഥനയ്ക്കായി ഏകാന്തത തേടുന്നതിനും ഇടയിൽ യേശു കൈവരിക്കുന്ന ആ സന്തുലിതാവസ്ഥ നമ്മുടെ സേവന പ്രവൃത്തികൾക്കിടയിൽ ആത്മീയ നവീകരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.